തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പല ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഈ ബാലറ്റ് ബോക്സ് അടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാർ ഇവാനിയോസ് കോളേജിന് മുന്നിൽ നിന്നും റിനു ശ്രീധർ ചേരുന്നു. റിനു ശ്രീധർ, ഈ അവിടെ സ്ട്രോങ് റൂമിലേക്ക് EVM ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കനത്ത പോളിംഗ് തന്നെയാണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 76.82% ഇത് അവസാന കണക്കല്ല. ഏറ്റവും ഒടുവിലത്തെ കണക്ക് നാളെ രാവിലെയോടുകൂടി ലഭിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്നത് മാർ ഇവാനിയോസ് കോളേജിലാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലെങ്കിൽ പോലും എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിലെ 236 നമ്പർ ബൂത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ആദ്യമായിട്ട് ഈ സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്ന കോളേജിലേക്ക് എത്തിയത്. സർവോദയ വിദ്യാലയ കോളേജിലേക്ക് എത്തിയത്. അവരെ കൈയടിച്ച് ഹാർദവുമായി തന്നെയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ വാഹനവും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും കനത്ത സുരക്ഷയാണ്. ഈ സംസ്ഥാനം ആര് ഭരിക്കും എന്നുള്ള ആ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കിയാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനി 4-ാം തീയതി വരെയുള്ള കാത്തിരിപ്പാണ്. ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുലർച്ചെ വരെ, അതായത് ഓരോ സ്ഥലങ്ങളിലും ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ബൂത്തുകളിൽ വോട്ടിംഗ് നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 6 മണിക്ക് ശേഷം സ്ലിപ്പുകൾ കൊടുത്തു. മഴ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലിപ്പുകൾ കൊടുത്തു. വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നു മലയോര പ്രദേശങ്ങളടക്കം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 14 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് സാമഗ്രികൾ അല്ലെങ്കിൽ വോട്ടിംഗ് പെട്ടികളെല്ലാം തന്നെ സൂക്ഷിക്കുന്നത് ഈ മാർ ഇവാനിയോസ് കോളേജിലാണ്. ഇവിടേക്ക് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്താൻ പുലർച്ചെയാകും എന്നുള്ള ഒരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി എത്തുന്ന പെട്ടികളെല്ലാം തന്നെ പരിശോധിച്ച് അതിന് ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇവർ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ പെട്ടികളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ മെഷീൻ എല്ലാം തന്നെ സ്വീകരിക്കുന്നത്. അതിനുശേഷം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഓരോ മണ്ഡലങ്ങളിലെ കണക്ക് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ട്. ലഭിക്കുന്ന വിവരമനുസരിച്ച് കാട്ടാക്കട മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80.71. നേമത്ത് 80.54. രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഏറ്റവും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ ഒരു മണ്ഡലം കൂടിയാണ് നേമം. കഴക്കൂട്ടമാണ് 3-ാം സ്ഥാനം, 78.60 എന്നിങ്ങനെയാണ് ഈ 3 മണ്ഡലങ്ങളിലെ കണക്കുകൾ. ഏറ്റവും കൂടുതൽ കാട്ടാക്കട മണ്ഡലത്തിലാണ്. എന്തായാലും പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ഈ മാർ ഇവാനിയോസിലെ കോളേജിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.